അതായത് 2000 കോടിയുടെ വികസന പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് ഒരു MP കളവ് പറയുകയാണ് ജനങ്ങളോട്. മണ്ണെണ്ണ വില കുറച്ച് കിട്ടുമ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് മണ്ണെണ്ണ വില കുറച്ച് കിട്ടാത്തത്? കാരണം അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം. അവർക്ക് നല്ല ആപ്പിൾ ഫോൺ വേണം, അവർക്ക് നല്ല കമ്പ്യൂട്ടർ വേണം, അവർക്ക് ശീതീകരിച്ച മുറി വേണം, അവർക്ക് AC കാറ് വേണം. തൊട്ടടുത്ത സംസ്ഥാനത്ത് സ്റ്റാലിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ സ്റ്റാലിൻ BJP കാരനല്ലല്ലോ. അവർക്ക് വള്ളവും വലയും വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള സബ്സിഡിയുള്ള പദ്ധതികളുണ്ട്, അത് അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. 3 സെൻറ്റ് സ്ഥലമുള്ള ആളുകൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് 4 മക്കളുണ്ട്, മത്സ്യമേഖലയിൽ തന്നെയാണ്, അപ്പോൾ അതിനൊരു അവസരം എനിക്ക് തന്നുകൂടെ എന്നുള്ള ചോദ്യമാണ് ഞാൻ അവരുടെ മുന്നിൽ വയ്ക്കുന്നത്. ആലപ്പുഴയിൽ NDAയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ്. ശോഭ ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചരണമൊക്കെ? ഞാനിപ്പോൾ എൻ്റെ സ്വീകരണ യോഗങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ഇന്ന് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് എക്കാലത്തും നമ്മളോടൊപ്പം സഹപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീമാൻ അശ്വിനി, അദ്ദേഹം കുറച്ചു കാലമായിട്ട് ചികിത്സയിലായിരുന്നു, ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അപ്പോൾ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ ആധ്യാത്മിക നേതാക്കന്മാർ ഏറെയുള്ളൊരു പ്രദേശമാണിത്. അതോടൊപ്പം വിവിധങ്ങളായിട്ടുള്ള സഭകളുടെ സെൻറ്ററുകളും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സഭകൾക്കകത്ത് പോകാനും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രാർത്ഥനാ പരിപാടികളൊക്കെ നടക്കുന്ന വിവിധ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യാനും സാധിച്ചു. അതിലുപരിയായിട്ട് ആലപ്പുഴ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. ആ മത്സ്യത്തൊഴിലാളികളുടെ വേദന എത്രയോ നാളായിട്ട്, ഞാനും മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് 2 തവണ ആ ചുമതലയിലിരിക്കുന്ന സമയത്ത് ഏറെ സമരങ്ങൾ ആലപ്പുഴയിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനുശേഷം കേന്ദ്രത്തിൽ എനിക്ക് വളരെയേറെ ബന്ധമുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ പർഷോത്തം രൂപാലാജി, അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹമാണ് ഫിഷറീസിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഒപ്പം അദ്ദേഹം അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിലാകമാനം നമ്മുടെ സമുദ്ര തീരങ്ങളിൽ യാത്ര ചെയ്യുകയും മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലാംശത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള നാടിനെ ഏറ്റവും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇങ്ങനെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ മണ്ണെണ്ണ വില കുറച്ച് കിട്ടുമ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് മണ്ണെണ്ണ വില കുറച്ച് കിട്ടാത്തത്? അല്ലെങ്കിൽ കേന്ദ്രം ആഗ്രഹിക്കുന്ന ഹൗസ് ബോട്ടുകളിലേക്ക് കേന്ദ്രം പറയുകയാണ് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് മണ്ണെണ്ണ മാറ്റിവെച്ച് നമുക്ക് മറ്റൊരു ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഹൗസ് ബോട്ടുകളെ ഓടിപ്പിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മീൻ വള്ളങ്ങൾ എങ്ങനെ ഓടിക്കാമെന്നതിനെക്കുറിച്ച് കേന്ദ്രം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളിലേക്ക്, കേരളത്തിലേക്ക് അത് എത്താത്തത്? എന്തുകൊണ്ട് കേരളം കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരിയുടെ തീരത്ത് കിട്ടുന്ന സൗകര്യം പോലും ഇവർക്കിവിടെ കിട്ടുന്നില്ല എന്നവർ ചോദിക്കുകയാണ്. അപ്പോൾ കിഴക്കൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴയുടെ എല്ലാ പ്രൗഢിയും നഷ്ടമായിരിക്കുന്ന ഒരു കാലത്താണ് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അവിടെ തന്നെ നമുക്കറിയാം ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുണ്ട്. ഞാൻ വലിയ ബോർഡുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഇവിടെ കാണുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ് അതായത് തീരദേശവുമായി ചേർന്നുകൊണ്ടുള്ള റെയിൽവേ വികസനത്തെക്കുറിച്ച് പോലും അദ്ദേഹം ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ അത് കണ്ട സമയത്ത് പാവപ്പെട്ട വോട്ടർമാരെ ഇങ്ങനെയൊക്കെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമോ എന്നുള്ള ഒരു തോന്നലാണ് എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത്. അതായത് 2000 കോടിയുടെ വികസന പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് ഒരു MP കളവ് പറയുകയാണ് ജനങ്ങളോട്. നേരെ മറിച്ച് ഇവിടെ നിന്ന് MLA ജയിപ്പിച്ചോ, MP ജയിപ്പിച്ചോ, ഇവിടെ നിന്ന് മന്ത്രിയുടെ പ്രാതിനിധ്യമുണ്ടോ, ഇതൊന്നും നോക്കിയിട്ടല്ല ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്ത് മുഴുവനുമുള്ള ആളുകളിലേക്ക് വികസനം എത്തിക്കുന്നത്. ഈവൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെ മത്സ്യസമ്പത്ത് യോജനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതുപോലും മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർക്ക് വള്ളവും വലയും വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള സബ്സിഡിയുള്ള പദ്ധതികളുണ്ട്, അത് അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ആകെ കാണുന്ന വികസനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികളാണ്. ഇതെങ്ങനെ വരും? ഇത് വരണം എന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി
നമ്മുടെ നാട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾക്ക് കേരളം സിംഗപ്പൂരിനേക്കാളും സുന്ദരമാക്കാൻ സാധിക്കും, ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഏറെയുള്ള ഒരു നാടാണ്, അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ഇങ്ങനെയാണ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം കൊടുത്താൽ എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടാൽ എന്താണ് കുഴപ്പം? തൊട്ടടുത്ത സംസ്ഥാനത്ത് സ്റ്റാലിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ സ്റ്റാലിൻ BJP കാരനല്ലല്ലോ. പക്ഷേ സ്റ്റാലിൻ്റെ നാട്ടിലെ AIDMK കാരനാവട്ടെ DMK കാരനാവട്ടെ അവരുടെ നാട്ടിലേക്ക് വികസനം കൊണ്ടുവരാൻ കോടികൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ അവർ മത്സരിക്കുകയാണ്. അത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കാണുന്നത്. ഇവിടെ മാത്രമാണ് നമുക്ക് അറിയാം, പശ്ചിമ ബംഗാളിൽ മുമ്പ് ഇവരായിരുന്നു. പശ്ചിമ ബംഗാളിൽ വികസനം എത്തി നോക്കാൻ സാധിച്ചില്ല അവരുടെ കാലഘട്ടത്തിൽ. ഈ കേരളത്തിലും ഇങ്ങനെയായിരുന്നു. ത്രിപുര ജനങ്ങൾ മടുത്ത് അപ്പാടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പാർട്ടിയുടെ നേതൃത്വത്തോടുണ്ടായത്. എന്താ കാരണം അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം. അവർക്ക് നല്ല ആപ്പിൾ ഫോൺ വേണം, അവർക്ക് നല്ല കമ്പ്യൂട്ടർ വേണം, അവർക്ക് ശീതീകരിച്ച മുറി വേണം, അവർക്ക് AC കാറ് വേണം. പക്ഷേ പാവപ്പെട്ട തൊഴിലാളിക്ക് കിടന്നുറങ്ങാനായിട്ട് ഒരു വീട് പോലും വേണ്ട. അവർ ഞങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ചോട്ടെ, ജയ് വിളിച്ചോട്ടെ, മുദ്രാവാക്യം വിളിച്ചോട്ടെ, ഞങ്ങളങ്ങനെ സുഖിയന്മാരായിട്ട് മുന്നോട്ട് പോകാം, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഈ ആലപ്പുഴയിലെ പാവങ്ങളെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. 3 സെൻറ്റ് സ്ഥലമുള്ള ആളുകൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് 4 മക്കളുണ്ട്, മത്സ്യമേഖലയിൽ തന്നെയാണ്, അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. ഈ 4 മക്കളും ഏതാണ്ട് ഒരു 18 വയസ്സും 20 വയസ്സും അല്ലെങ്കിൽ 25 വയസ്സും ഒക്കെയുള്ള മക്കളായിട്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് ഈ 3 സെൻറ്റിനകത്ത് കൂര കെട്ടി താമസിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, ഈ 3 സെൻറ്റ് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അച്ഛൻ മരണപ്പെട്ടു, അമ്മ ചോദിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിത് വീതം വെച്ച് കൊടുക്കാൻ ഉണ്ടോ? എൻ്റെ മക്കൾ എവിടേക്കാണ് പോകേണ്ടത്? വാടക കൊടുക്കാൻ ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ എന്നും ഇങ്ങനെ വളരെ വലിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇത്രയും വർഷം ഇവിടുത്തെ ഭരണകൂടം ചെയ്തത്? ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-മാർ ചെയ്തത്? ഇവിടെ നിന്ന് MP ആയി ജയിച്ച് മന്ത്രിയായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി? എന്നാൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 10 വർഷക്കാലത്തോളം നമ്മുടെ രാജ്യം മുന്നോട്ട് പോയപ്പോൾ ആലപ്പുഴയിലെ ജനങ്ങളോട് ആകമാനം സംസാരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. അതിൽ കുറേ കോടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. ഇത് പാവപ്പെട്ടവരിലേക്കും എത്തണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അവർക്ക് ആവശ്യമായ സംവിധാനം വേണ്ടേ? അവർക്ക് ഈ ടെക്നോളജി ഒന്നും വേണ്ടേ? അവരുടെ കുട്ടികൾ നല്ല സ്കൂളുകളിലും നല്ല കോളേജുകളിലും പഠിക്കണ്ടേ? അവരും മനുഷ്യരല്ലേ? ഈ ചോദ്യം തീർച്ചയായിട്ടും ആലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഞാൻ ഉയർത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നാടിന് ഒരു മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ട് വിശിഷ്യ ഒരു സ്ത്രീ ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ അമ്മമാരൊക്കെ വഴിയരികിൽ വന്ന് ചില ആളുകളൊക്കെ അടക്കം പറയുന്നത്, കാര്യം എൻ്റെ കുടുംബം അത് നിങ്ങളുടെ BJP ഒന്നുമല്ല, BJPയുടെ അനുഭാവികളുമല്ല. പക്ഷേ അനുഭാവി എന്നൊന്നും അവർക്ക് പറയാനറിയില്ല, ആൾക്കാരല്ല. പക്ഷേ ഞങ്ങൾ എന്തായാലും ഒരു വോട്ട് അത് തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈപിടിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. എല്ലാ പാർട്ടിയിലെയും ആളുകളുണ്ട്. അത് എല്ലാ സമയത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഞാൻ ചോദിക്കുന്ന വോട്ട് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടുള്ള വോട്ടല്ല. ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് ഇത്രയധികം പദ്ധതികൾ കൊണ്ടുവന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു വോട്ട്. ആലപ്പുഴയുടെ പ്രതിനിധിയായിട്ട് ഒരു സാധാരണക്കാരി പാർലമെൻറ്റിനകത്ത് പോയി. കാരണം ഒരു 6 വർഷക്കാലത്തോളം നരേന്ദ്രമോദിജിയുമായിട്ട് അദ്ദേഹത്തോടൊപ്പം നാഷണൽ എക്സിക്യൂട്ടീവ് വേദികളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ബന്ധമുണ്ട്. അവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സായിട്ട് പരിചയമുണ്ട്, മുഖ്യമന്ത്രിമാരായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പോയാൽ കൂടുതൽ കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ സാധിക്കില്ലേ? അപ്പോൾ അതിനൊരു അവസരം എനിക്ക് തന്നുകൂടെ എന്നുള്ള ചോദ്യമാണ് ഞാൻ അവരുടെ മുന്നിൽ വെക്കുന്നത്. മറ്റൊന്ന്, അവരുടെ മുന്നിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടല്ലോ. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വന്ന് അവരോട് ഞാൻ വോട്ട് ചോദിക്കുകയല്ല, എന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ചില ഇടങ്ങളിൽ അവർക്ക് എന്നെ ശോഭാ സുരേന്ദ്രൻ അവരെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ കൈപ്പിടിക്കാനോ എൻ്റെ അരികിൽ വന്നിട്ട് എന്നോടൊരു പരാതി പറയാനോ ഒന്നും അവസരമുണ്ടായിട്ടുള്ള ആളുകളല്ല. പക്ഷേ എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ അവരുടെ മക്കൾ പറയും. ഞാൻ ചില വീടുകളിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ മക്കൾ പറയുകയാണ്, അമ്മയും അച്ഛനും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ശോഭ ചേച്ചിയെക്കുറിച്ച് എന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി. അത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ ആർക്കും പരിചയമില്ലാത്ത ആളല്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അനീതിക്കെതിരെ ശബ്ദമുയർത്താനും ഒക്കെ വലിയ രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്. എന്തായാലും ഇക്കഴിഞ്ഞ കഴക്കൂട്ടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്താണ് എത്തിയത്. തീർച്ചയായും ആലപ്പുഴയിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. DK ദിലീപിനോടൊപ്പം R. പീയൂഷ്, മറുനാട് TV, ആലപ്പുഴ.